കോടികൾ മുടക്കി നിർമ്മിച്ച ആലുവ കെ.എസ്.ആർ.ടി.സി ബസ് ടെർമിനലിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലഞ്ഞ യാത്രക്കാർ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും ശുചിമുറിയോ ഇരിപ്പിടമായി ബെഞ്ചോ കസേരയോ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കുട്ടികളും വയോധികരുമടക്കം നിരവധി യാത്രക്കാരാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ബുദ്ധിമുട്ടുന്നത്. 30,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ 14.53 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആലുവയിലെ കെ.എസ്.ആർ.ടി.സി ബസ് ടെർമിനൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യങ്ങളായ ശുചിമുറിയോ ഇരിപ്പിടമായി ബെഞ്ചോ കസേരയോ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരടക്കം പ്രതിദിനം ആയിരങ്ങൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡാണിത്. വയോധികരും മറ്റും വെറും നിലത്താണ് ബസ് കാത്തിരിക്കുന്നത്. ശുചിമുറിയില്ലാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും ഏറെ ബുദ്ധിമുട്ടുന്നു. യാത്രക്കാരുടെ പ്രയാസം കണ്ട് ജീവനക്കാർ അവരുടെ ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തെങ്കിലും അമിത ഉപയോഗം കാരണം 1 മാസം മുൻപ് പ്രവർത്തനരഹിതമായി. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അടുത്തുള്ള ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. ബസ് ടെർമിനലിന്റെ മുൻപിൽ കോൺക്രീറ്റ് കട്ട വിരിച്ച് ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗം കാർ പാർക്കിങ്ങിന് നൽകുമെന്നും 35 ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുമെന്നും ബസ് സ്റ്റാൻഡ് പരിസരം 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലായിരിക്കുമെന്നും ഉദ്ഘാടനത്തിന് മുൻപേ അധികാരികൾ പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും നടപ്പിലായില്ലെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, ആലുവ. Bharathamata College of Commerce and Arts, Chundi, Aluva is a project of the Archdiocese of Ernakulam and Ankamali. We offer BCom, BCA, BBA, BSW courses.